ഗുഡ് ഈവനിങ് അമേരിക്ക. അകന്നും അടുത്തും ചാഞ്ഞും ചെരിഞ്ഞും ഇൻഡോ അമേരിക്കൻ ബന്ധം കുറെ നാളുകളായുള്ള സ്റ്റാറ്റസ് ഇതാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയെന്ന് ട്രംപിന്റെ ആദ്യഘട്ടത്തിൽ തോന്നലുളവാക്കിയിരുന്നെങ്കിലും രണ്ടാം വരവിൽ അത് മാറിമറിഞ്ഞു. തീരുവയും എണ്ണയും അടക്കം പല വിഷയങ്ങളും തർക്കത്തിലാണ്. ഇടയ്ക്ക് രാജ്യത്തലവന്മാർ പരസ്പരം അഭിനന്ദിക്കുന്നു, അല്പം കഴിയുമ്പോൾ കാര്യങ്ങൾ യു ടേണിലേക്ക് പോകുന്നു. പഴയ മട്ടിലൊരു ഊഷ്മള ബന്ധം എന്ന് സാധ്യമാകുമെന്ന ചോദ്യം മാത്രം ബാക്കി. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്: അകലുന്ന അമേരിക്ക. ഇന്നത്തെ എന്റെ അതിഥികൾ: രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ജിനേഷ് തമ്പി, IT ബ്യൂറോക്രാറ്റും സോഷ്യൽ വർക്കറുമായ രാജീവ് ബി, സ്റ്റേറ്റൻ ഐലൻഡ് യങ് റിപ്പബ്ലിക്കൻസ് ട്രഷറർ ഷോൺ എബ്രഹാം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജിനേഷ് തമ്പിയിലേക്കാണ്. ശ്രീ ജിനേഷ് തമ്പി, ഇപ്പോൾ നമുക്കറിയാം ട്രംപിന്റെ രണ്ടാം വരവിൽ കാര്യങ്ങൾ തുടക്കത്തിൽ ഭംഗി എന്ന് തോന്നിച്ചെങ്കിലും അതിനുശേഷം പല വിഷയങ്ങളിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. മാറി മറിഞ്ഞ് ചാഞ്ചാടിയുള്ള ഒരു സ്റ്റാറ്റസാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിപ്പോൾ കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി വരുന്ന വിസ നിയന്ത്രണങ്ങളാണെങ്കിലും, വ്യാപാര കരാറിന്റെ ഭാഗമായി വരുന്ന വ്യാപാര തർക്കങ്ങളാണെങ്കിലും, തീരുവയാണെങ്കിലും, അതിനുശേഷം മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണെങ്കിലും, ഇതൊക്കെ ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നു, പരസ്യമായ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ ജിനേഷിന്റെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ എന്താണ് ഒരു നിലവിലെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ഒരു സ്റ്റാറ്റസ്? ഇതിനൊരു പോസിറ്റീവ് വഴി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ചെരിഞ്ഞും ചാഞ്ഞും തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മീൻസ് ലാർജസ്റ്റ് ഡെമോക്രസി രണ്ട് ഇൻ ദ വേൾഡ്, ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ മുന്നേറുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അമേരിക്ക എക്കോണമിക് സ്കെയിലിൽ നമ്പർ 1 രാജ്യമാണ്, ഇന്ത്യ നമ്പർ 4 ആണ്. അങ്ങനെ പ്രബലമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ, 2 ബിഗസ്റ്റ് ഡെമോക്രസീസ് ആൻഡ് 2 ബിഗസ്റ്റ് എക്കോണമീസ്, അവര് ഇങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറിൽ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്, അത് പ്രത്യേകിച്ചും ട്രംപിന്റെ രണ്ടാമത്തെ ടേം 10 മാസം പിന്നിടുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു ഒലച്ചിലിന്റെ എന്ന് വെച്ചാൽ ഒരു അക്യൂട്ട് ക്രൈസിസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു അത്ര ഒരു സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് അത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ പുറകോട്ട് കണ്ണോടിച്ചു നോക്കുമ്പോൾ 1998 വാജ്പേയി ഗവൺമെന്റിന്റെ സമയത്ത് ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് മിക്കവാറും ഇപ്പോഴായിരിക്കും 2025 ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് നേരിടേണ്ടി വരുന്നത്. അത് ഇവിടെ പ്രത്യേകിച്ചും ഒരു കോട്ട് എടുത്തു പറയേണ്ടി വരുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മുൻ പ്രസിഡന്റ് ഒബാമ പറയുകയുണ്ടായി, ഇന്ത്യ അമേരിക്ക ബന്ധമാണ് 2021 വേൾഡ് എക്കോണമിക് ഓർഡറിൽ ഏറ്റവും മോസ്റ്റ് ഡിഫൈനിങ് പാർട്ണർഷിപ്പ് എന്ന്. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പോ ഇന്നലെ IMFന്റെ ചീഫ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ആണ് വേൾഡ് എക്കോണമിയുടെ ഒരു ഗ്രോത്ത് എഞ്ചിൻ. ഇന്ത്യ ഇസ് ദ വൺ വിച്ച് ഇസ് ഡ്രൈവിംഗ് ദ എക്കോണമി. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്തിടെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും 4th എക്കോണമി എന്ന സ്ഥാനം പിടിച്ചടക്കിയത്. ഇത് വരുന്ന കണക്കുകൾ അനുസരിച്ചിട്ട്, ഫോർകാസ്റ്റുകൾ അനുസരിച്ചിട്ട് 2028 ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ എക്കോണമി ആകുമെന്നാണ് ഫോർകാസ്റ്റ് പറയുന്നത്. അങ്ങനെ ഒരു ഇന്ത്യയെ വളരെ പ്രോഗ്രസീവ് ആയിട്ട് ഇപ്പോൾ ലോകം കാണുന്ന ഈ ഒരു അവസ്ഥയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നിരാശാജനകമായിട്ട് ഇന്ത്യയെ അടുത്തിടെ ഒരു ഡെഡ് എക്കോണമി എന്ന് വിശേഷിപ്പിച്ചത്. ദാറ്റ് വാസ് ടു പുട്ട് ഇറ്റ് ഇൻ മൈൽഡ് വേർഡ്സ് അബ്സല്യൂട്ട്ലി ഷോക്കിംഗ്. അത് അങ്ങനെ പറയരുതായിരുന്നു. ഇന്ത്യ ഈസ് ബൈ നോ മീൻസ് എ ഡെഡ് എക്കോണമി. എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഈ ഒരു രണ്ടാമത്തെ വരവില് നമ്മൾ കണ്ടതാണ്. അതായത് കാലിൽ ചെങ്ങലയിട്ടിട്ട് അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരെ വിമാനത്തിൽ കയറ്റിവിട്ടത്. ദാറ്റ് വാസ് റിഗാർഡഡ് ആസ് എ ക്രൂവൽ സ്റ്റെപ്പ് ഇൻ മെനി ക്വാർട്ടേഴ്സ്. പിന്നീട് ഇപ്പോൾ H1B വിസയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 70% H1B വിസ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ കരസ്ഥമാക്കുന്നത്. ഒരു കമ്പനിക്ക് $1,00,000 കൊടുക്കണം H1B വിസയ്ക്ക് നേടണമെന്നുണ്ടെങ്കിൽ. അതെല്ലാം ദാറ്റ് ഈസ് ഓൾ ആന്റി ഇന്ത്യ മെഷേഴ്സ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. പിന്നെ ഇപ്പൊ 50% തീരുവ, അത് ഏതൊരു യാഡ് സ്റ്റിക്ക് അനുസരിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോ റഷ്യൻ ഓയിൽ മേടിക്കുന്ന ഇന്ത്യ മാത്രമല്ല, ടർക്കി മേടിക്കുന്നുണ്ട്, അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. ചൈന ഈസ് ദ ബിഗസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ഓയിൽ ഫ്രം റഷ്യ.
അവർക്കെതിരെ ഒന്നും ഇല്ലാത്തൊരു തീരുവ എന്തിനാണ് ഇന്ത്യയെ തെരഞ്ഞു പിടിച്ച് ഇന്ത്യയുടെ മേൽ ചുമത്തുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതും ആദ്യത്തെ 25% പിന്നെ മനസ്സിലാക്കാം. പക്ഷേ അഡീഷണൽ 25% അതൊരു തീരുവയായിട്ടല്ല തോന്നുന്നത്. ദാറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക് എ സാങ്ഷൻ ആൻഡ് ദാറ്റ് ഈസ് ഡിസാസ്റ്റേഴ്സ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇത് വാക്കുകളിൽ പറയുന്ന ഒരു 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 മാനദണ്ഡം അല്ലെങ്കിൽ വാക്കുകളിൽ പറയുന്ന റെപ്പർക്കഷൻസിന് അതീതമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം സൂരത്തില് ജേംസ് ആൻഡ് നമ്മുടെ ജ്വല്ലറി ഫാക്ടറികൾ ഒരുപാട് പ്രതിസന്ധി നേരിടുന്നുണ്ട്. തിരുപ്പൂരിൽ ഗാർമെന്റ് ഫാക്ടറി പലതും അടച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിശാഖപട്ടണത്ത് സീ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസത്തില് എക്സ്പോർട്ടില് അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ടിൽ ഏതാണ്ട് 20% ഇടിവ് ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട്. പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്റ്റർ ഒരുപാട് ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് എങ്ങനെ എവിടെ പോയി നിൽക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ട്രംപിനെ നമുക്കറിയാമല്ലോ. ഹീസ് അൺപ്രഡിക്റ്റബിൾ, ഹീസ് വോളറ്റൈൽ, ഹി ചേഞ്ചസ് ഹിസ് സ്റ്റാൻഡ്സ് എവറി നൗ ആൻഡ് ദെൻ. അപ്പോ ഈ പ്രസിഡന്റ് ട്രംപിന്റെ ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷണങ്ങൾ കാരണം എങ്ങോട്ട് മലക്കം മറിയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്ത് അമേരിക്കയിലെ നഗരങ്ങളിൽ നോ കിങ്സ് പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് റാലിയിങ് പോയിന്റ് അഗൈൻസ്റ്റ് ട്രംപ്സ് അതോറിറ്റേറിയൻ റെജീം. എന്തായാലും 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് മോദി ഈസ് എ ഗ്രേറ്റ് മാൻ, വി ലവ് ഈച്ച് അതർ എന്നൊക്കെ. പക്ഷെ നോയിങ് ട്രംപ് ആൻഡ് നോയിങ് ട്രംപ്സ് വേസ് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. ഇത് എങ്ങോട്ടും നീങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരി, താങ്ക് യു. ശ്രീ രാജീവ്, ഇപ്പോൾ ശ്രീ ജിനേഷ് തമ്പി പറഞ്ഞതുപോലെ തന്നെ പുതിയ ലോകക്രമത്തെ ഡിഫൈൻ ചെയ്യേണ്ട 2 രാജ്യങ്ങൾ, അതിന് ചാലകശക്തി ആകേണ്ട 2 രാജ്യങ്ങൾ, ആ 2 രാജ്യങ്ങളാണ് പരസ്പരം അകന്നു നിൽക്കുന്നത്. അതായത് നമ്മളൊരു വാഹനത്തിൻ്റെ 2 ടയറുകൾ ഒരേ ദിശയിൽ ചലിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു വേഗമുണ്ടല്ലോ, ഇത് 2 ദിശയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പലപ്പോഴും വളരെ റൂഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു സമ്പദ് വ്യവസ്ഥയാണ് ചത്ത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്താണ്? നല്ലൊരു ബന്ധത്തിൽ പോയിരുന്ന 2 രാജ്യങ്ങളും അത് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വിപരീത ദിശയിലെന്ന് തോന്നിക്കുന്നു. ഇടയ്ക്ക് വീണ്ടും അത് യു ടേൺ എടുത്ത് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് തോന്നിപ്പിക്കുന്നു. പക്ഷെ ഇതൊക്കെ തോന്നലുകൾ മാത്രമാണ്, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഒരു വാഹനത്തിൻ്റെ ഒരു അനലോജി നമ്മൾ പറയുമ്പോൾ 2 വീലുകളും ഒരേ ദിശയിൽ സഞ്ചരിക്കണമെന്ന് നമ്മൾ പറയുമ്പോഴും 2 വീലുകളും ഒരു ലോകക്രമത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുന്ന 2 വീലുകളായിട്ട് നമ്മൾ അമേരിക്കയും ഇന്ത്യയും കണക്കാക്കുമ്പോഴാണ് ഒരു അനലോജി അല്ല ഉപമ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ സത്യത്തിൽ ക്രിസ്റ്റിനെ ചോദിച്ച ഒരു ചോദ്യത്തിന് പൂർണ്ണമായിട്ട് ഉത്തരമില്ലാത്ത എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. നമുക്കിപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചും ട്രേഡ് ടെൻഷൻസും താരിഫും, നമുക്ക് 25% അഡീഷണൽ നികുതിയും പിന്നെ 25% പീനലൈസേഷനും നമ്മൾ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ കിട്ടിയ അങ്ങനെ 50% നികുതികൾ, അതുപോലെ നമ്മുടെ ഓൺഗോയിങ് ട്രേഡ് ടോക്സ്, ഇത് ബാക്കിയുള്ള ഇതെല്ലാം, അതുപോലെ തന്നെ ടെക്നിക്കൽ കോൺഫിഗറേഷൻസ്, അതുപോലെ തന്നെ ടെക് കോപ്പറേഷൻസ് നമ്മൾ ഒരുപാടുണ്ട്. നമ്മളിതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നത് ഈ അഡീഷണൽ ആയിട്ടുള്ള 2 താരിഫുകളും 25%-ൻ്റെ 2 താരിഫ്, 25-50%-ൻ്റെ ഒരു താരിഫ്, അതുപോലെ തന്നെ നമ്മുടെ H-1B പ്രോഗ്രാമിൻ്റെ അതിൻ്റെ മോഡിഫിക്കേഷൻ, ആ ഒരു പ്രോഗ്രാം മോഡിഫൈ ചെയ്ത് ഇത് രണ്ടുമായിട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഇമ്പാക്റ്റായിട്ട് നമുക്ക് തോന്നുന്നതെങ്കിലും അതുപോലെ എന്തുകൊണ്ടാണിത് വന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു വിൻ വിൻ സൊല്യൂഷൻ അല്ല, ലൂസ് സൊല്യൂഷനാണ്. അമേരിക്കയും ലൂസ് ചെയ്യുന്നുണ്ട് വളരെ കാര്യമായിട്ട്, അതുപോലെ തന്നെ ഇന്ത്യ ഒരുപാട് ലൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇവിടെ ജിനേഷ് പറഞ്ഞ പോലെ ഈ ട്രേഡ് താരിഫ്, നമ്മൾ ട്രേഡ് ടെൻഷൻസും താരിഫും നമ്മുടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് എക്കോണമി, നമ്മുടെ ഇത് എന്താ പറയുക, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, ഈ നേരത്തെ പറഞ്ഞ പോലെ തിരുപ്പൂരിലെ ടെക്സ്റ്റൈൽ അപ്പാരൽ കമ്പനികൾ, അതുപോലെ സൂറത്തിലെയും ആദ്യം വിധിച്ചിട്ടുള്ള ജം പോളിഷിംഗ്, അതുപോലെ മറൈൻ പ്രോഡക്ട്സ്, നേരത്തെ പറയുന്ന പോലെ ലെതർ ആൻഡ് ഫുട്വെയർ, ഓട്ടോമൊബൈൽ കമ്പോണൻസ്, പൂനെ അടിസ്ഥാനമായിട്ട് ഒരുപാട് ഇതാണ് പ്രധാനപ്പെട്ട ഇതെല്ലാം ഇന്ത്യ ലൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അമേരിക്കയും ഒരു ലാഭത്തിൻ്റെ പാതയിലല്ല.
ഈ ഒരു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ ട്രേഡ് താരിഫുകൾ ഇന്ത്യക്കെതിരായിട്ട് മാത്രമല്ല ചൈനയ്ക്കെതിരായിട്ടുമൊക്കെ ട്രേഡ് താരിഫുകൾ വയ്ക്കുന്നത് അമേരിക്ക ഒരു വിന്നിങ് സ്ട്രീക്കിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാലം അടയാളപ്പെടുത്തേണ്ട കാലം ഉത്തരം തരേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു ട്രംപിൻ്റെ ഒരു പ്രവചനാതീതമായിട്ടുള്ള സ്വഭാവവും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. പക്ഷേ എന്നാലും ശരി, ഈ തീരുമാനങ്ങളുടെയൊക്കെ പുറകിൽ ഒരു റാഷണലി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മുഖം മാത്രമാണ്. അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ഒരു വിദേശ നയമുണ്ട്, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ നയമുണ്ട്, ഒരു തൊഴിൽ നയമുണ്ട്, ഒരു സാമ്പത്തിക നയമുണ്ട്, വാണിജ്യ നയമുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും കൂടി ചേർന്ന് കൂടി ആയിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം ഇതെല്ലാം റിവേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അതൊരു നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതിയാണ്. പറയുമ്പോഴും H1Bയുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ പുള്ളി കൃത്യമായിട്ടും പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഒരുപാട് ട്രേഡ് താരിഫുണ്ട്. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ രാജ്യങ്ങളിലൊന്നാണ്. അതായത് ലോകത്തിലുള്ള പലരും, പ്രത്യേകിച്ച് ചൈനയിലും അതുപോലെ തന്നെ മെക്സിക്കോയിലും ഇവിടെ അടുത്ത് തന്നെയാണെങ്കിലും കാനഡയിൽ നിന്നൊക്കെ ആണെങ്കിൽ അവരുടെ ഉൽപ്പാദനം എന്ന് പറയുന്ന അമേരിക്കയുടെ വാണിജ്യം എന്ന് പറയുന്ന മാർക്കറ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇവിടെ കൂടുതൽ ഉൽപ്പാദനം, പ്രത്യേകിച്ചും ട്രംപിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ റിപ്പബ്ലിക്കിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, റിപ്പബ്ലിക്കിൻ്റെ ആ വോട്ട് ബാങ്കിനെ അപ്പീസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് IT ഇൻഡസ്ട്രി 70% ഓഫ് ദി H1 ആൾക്കാർ, 70% H1 ആൾക്കാർ ഒരു ദിവസത്തൂടെ നമ്മൾ പറയുമ്പോഴും അവരിവിടെ വന്ന് ചീപ്പായിട്ടുള്ള ലേബർ സപ്ലൈ ചെയ്ത് ടെക്നോളജി ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവിടുത്തെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ജോലി ഇല്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം നമ്മൾ ലഘൂകരിച്ച് കാണാൻ പാടില്ല എന്ന റിപ്പബ്ലിക്കൻ വാദവും അതിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ജോലികൾ ആദ്യം അമേരിക്കക്കാർക്ക് കിട്ടണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ചെയ്യുക എന്നുള്ള ഒരു വാദവും അതിൻ്റെ പുറകിലില്ല എന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള തീരുമാനങ്ങൾ നമ്മുടെ മുമ്പോട്ട് വരുന്നത് എന്ന് നമ്മൾ അത് മറക്കാൻ പാടില്ല. അതുപോലെ അമേരിക്കയുടെ മെയ്ഡ് ഇൻ അമേരിക്ക, മേക്ക് അമേരിക്ക ഗ്രേറ്റ്, ഇതൊക്കെ ട്രംപ് എപ്പോഴും എല്ലാ കാലത്തും മുമ്പോട്ട് വയ്ക്കുന്ന വാദങ്ങളാണ്. ഇതിനൊക്കെ സാധൂകരിക്കാൻ എന്നോണമാണ് പലപ്പോഴും ഈ തീരുമാനങ്ങൾ വരുന്നത്. ഇത് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളത് കാലം മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ക്രമത്തിനെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അമേരിക്കയാണെങ്കിൽ പോലും മുമ്പോട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഡെമോഗ്രാഫിക് അലൈൻമെൻറ്റ്, അതായത് ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള ജനവിഭാഗമുള്ള എന്ന് പറയുന്ന ഇന്ത്യയാണിപ്പോൾ. ചൈന പോലും അല്ല, ചൈനയിലെ ജനങ്ങളെല്ലാം ഏജ്ഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള പ്രായത്തിലുള്ള ഡെമോഗ്രാഫിക്കുള്ള ആൾക്കാരുണ്ടാകുന്നത്. ഇതൊക്കെ ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടത്. അപ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര മുതിർത്തിയാലും ശരി, ഞങ്ങളുടെ ഓട്ടോണമി, ഞങ്ങൾക്ക് ആരോട് വ്യാപാരം ചെയ്യണം, ഞങ്ങൾ എവിടെ നിൽക്കണം എന്ന് ഇന്ത്യ ഇപ്പോൾ വളരെയധികം നഷ്ടം സഹിച്ചാൽ പോലും ഇന്ത്യ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ദൂരക്കാഴ്ചയുള്ള ഒരു രാജ്യമായതുകൊണ്ടാണെന്ന് വേണം പറയാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ നഷ്ടം സംഭവിച്ചാലും ശരി, മുമ്പോട്ടുള്ള യാത്രയിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിൻ്റെയോ കാല് പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ മുമ്പോട്ട് പോക്കിനത് പിന്നെ പുറകോട്ട് വലിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടുകൾ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ രണ്ടുപേരും വിജയിക്കുന്നതല്ല, രണ്ടുപേരും പരാജയപ്പെടുന്ന തീരുമാനങ്ങളും അതുപോലെ കാര്യങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിനെന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാകും എന്ന് പറയുന്നത് നമ്മൾ കാലമടയാളപ്പെടുത്തേണ്ട ഒരു ഉത്തരമാണ്. ഷോൺ എബ്രഹാം, ഷോൺ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ ഒരു അലുമിനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോണിന് ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും അത് ഓരോ കാലഘട്ടങ്ങളിലും അതെങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണയുണ്ട്. നമ്മൾ ഒരു കാലത്ത് അത് ഇമ്പീരിയലിസം, കൊളോണിയലിസം ഇതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നിയോ കൊളോണിയലിസത്തിൻ്റെ ഒരു പാതയിലൂടെ പോയി. അതിനൊക്കെ ശേഷം പിന്നീടൊരു ഗ്ലോബലൈസേഷനാണ് നമ്മൾ കണ്ടത്. ഒരു ലോകമെന്ന് പറയുന്നത് ഒരു സിംഗിൾ അംബ്രല പോലെ, എല്ലാ രാജ്യങ്ങളും അതിൻ്റെ താഴെ, അത് മഴ വന്നാലും വെയിൽ വന്നാലും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു, പരസ്പരം സഹകരിക്കുന്നു. മുൻപില്ലാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹകരണം. നമുക്കറിയാം പല സാധനങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഒരു കാർ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു ഫോൺ, ഇതെന്ന് പറയുന്നത് അസംബിൾ ചെയ്യുന്നത് പല രാജ്യങ്ങളിലായിരിക്കാം, പാർട്സ് ഉണ്ടാക്കുന്നത് പല രാജ്യങ്ങളിലായിരിക്കാം, അസംബിൾ ചെയ്യുന്ന ഒരു രാജ്യത്ത്. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക വിതരണ ക്രമങ്ങൾ പുനർനിർവചിക്കപ്പെട്ട ഗ്ലോബലൈസേഷൻ്റെ ആ ഒരു കാലം കഴിയുമ്പോൾ ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയശാസ്ത്രം എന്ന് പറയുന്നത് അതൊരു സെൽഫ് സെൻറ്റേർഡ് ഇക്കോണമിയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഒരു അവസ്ഥ? ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് ഇന്ത്യ ഈസ് എ സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു
രാജ്യത്തോട് നിങ്ങൾ ഏത് രീതിയിൽ വ്യാപാരം നടത്തണം, ആരിൽ നിന്ന് എന്ത് വാങ്ങിക്കണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ലോകത്ത് മറ്റൊരു രാജ്യത്തിനുമില്ല. അപ്പോൾ അത്തരത്തിൽ ചില നിബന്ധനകൾ വെക്കുന്നു. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിഴ തീരുവ. അത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഒരു ഫസ്റ്റ് ടൈം ആയിരിക്കാം മറ്റൊരു രാഷ്ട്രത്തലവൻ നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു പിഴ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് റൈറ്റാണ് മറ്റൊരു രാഷ്ട്രത്തലവനുള്ളതെന്ന് ചോദ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ ഒരു തരത്തിലുള്ള ആശയധാര അത് എത്രത്തോളം ഈ ഒരു ബന്ധത്തെ ഉലച്ചിട്ടുണ്ട്, ഭാവിയിലും അതൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ? Where do other countries stand when we have a Make America Great doctrine coming from the president? Now, what the president has made clear in this past weekend is he is someone who's meant for business. He wants to make deals. And we saw this past weekend, as Janesh had hinted, we saw the Israel-Palestine peace deal, something that hasn't been seen in years to come. We see countries meeting at the United Nations. It was created after World War II, yet they haven't even solved many of these major crises. The Israel-Palestine crisis, for example. Trump came in, sat with all these nations, and created a deal. So even though people have this fear that there's Make America Great Again, he's all centered on America. He's also centered on making sure the world is peaceful and that deals can flow. Just to add on, these tariffs isn't just for India. He released on his Liberty Day, as he called it, tariffs on every nation that was ripping America off. I'll give you an example: Harley Davidson motorcycles. We send those to India, yet the price to buy one in India is double, triple, quadruple the original amount. It's very expensive to buy, yet we're receiving Indian goods. And what Trump is trying to do is he's trying to be that broker of peace. What he did in Israel-Palestine, his next target is that Russia-Ukraine war. Now, some may add, what about China? China is also a big buyer of oil. But China, as we all know, isn't America's best friend. There is some trade adversaries happening. However, India positions itself as a friend of America. And now, if you're friends with someone, you hope that they will stand with you on everything, right? Or try to stand with you a good portion of what you believe in. What we're seeing is one of the biggest funders of this Russia-Ukraine conflict is India's deal with oil. They're buying oil on the cheap and they're selling it back to Europe and the US. And that really isn't fair, and because of this pressure that Trump has placed through tariffs, we just saw an article yesterday that India has cut oil purchases from Russia by 50%. The tariffs did hurt. The thing with tariffs is, it hurts our ability to buy goods, but we need to put this പക്ഷെ pressure ഷോണ്, ഞാൻ for അപ്പോൾ our വേറൊരു കാര്യം friends. ചോദിച്ചോളൂ. ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഷോൺ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, പക്ഷേ അത് എൻ്റെ ബിസിനസ്, എൻ്റെ ഫാമിലി മാറ്റേഴ്സ്, അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. കാരണം എന്താണ് ചെയ്യേണ്ടത്, കാരണം എനിക്ക് ഏതാണ് പ്രോഫിറ്റബിൾ എന്ന രീതിയിലായിരിക്കാം ഞാൻ എൻ്റെ ബിസിനസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തമ്മിൽ എത്രത്തോളം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അതിലൊരു തീരുവ അല്ലെങ്കിൽ ഒരു പിഴ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഫ്രണ്ട്ഷിപ്പിന് കോട്ടം തട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ. മാത്രവുമല്ല, ഇന്ത്യ അവിടുന്ന് ചീപ്പായിട്ട് ഓയിൽ വാങ്ങിച്ച് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ ബിസിനസ്സാണ്. കാരണം ഇന്ത്യയിൽ റവന്യൂ ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരിൻ്റെ ചുമതല കൂടിയാണ്. അതാണ് ഇന്ത്യൻ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണോ ചീപ്പായിട്ട് ഓയിൽ കിട്ടുന്നത്, അപ്പോൾ താരിഫ് വർക്ക് ചെയ്തു എന്ന് പറയുന്നത് അത്തരത്തിലൊരു പ്രഷറൈസ്ഡ് സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുമെന്നതിന് എന്ത് ഉറപ്പാണുള്ളത്? മാത്രമല്ല, ഹംഗറിയുടെ കാര്യം പറയുമ്പോൾ ട്രംപ് പറയുന്നുണ്ട്, ഹംഗറിയെ കുറിച്ച് എനിക്കറിയാം, പാവപ്പെട്ട രാജ്യം, അയ്യോ അവർക്ക് ഒരു പൈപ്പ് ലൈൻ അല്ലേ ഉള്ളൂ, അവർക്ക് കടലില്ലല്ലോ, അതുകൊണ്ട് അവർ വേണമെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമ്പതി കാണിക്കുന്നു. That's a great point, but we have had diplomatic conversations with India. US has tried before the tariffs. Trump didn't go into this saying, I'm going to just slap tariffs without having conversation. He tried having conversation. He extended the deadlines. Initially he proposed an earlier Q1 date. It didn't happen. No one budged. Q2 he pushed it again, quarter two, by several months implementing these tariffs. It didn't work.
And he was put in this situation of placing tariffs. When you position yourself as America's strategic ally, your choice has ripple effects. You can't say you're a partnership, hug our president, when you land on the tarmac, and then in the back end sign deals with Russia and bankroll the biggest conflict in the nation. I mean, in the world. This could start World War III unless something stops. And India just blatantly buying oil, bankrolling it is not the way to do it. It is India's business. No one's saying it's not. But if this business is affecting US interest and has the potential to turn into World War III, India has playing a major role. And they should pay for that. They should be able to answer to bankrolling this major conflict. The answers are all there. The numbers are there. It's not simply if you're buying oil because it's cheap, but also that money is going to Russia's war coffers. Then you're part of the problem. And India cutting oil is the right move. This is the way to stop the conflict. Otherwise, Russia will continue with the conflict, threaten Europe, threaten the US, and they won't stop. They've already taken over a good area of Ukraine. They've already killed a lot of innocent civilians. How do we stop them if people are giving them money openly? And on top of that, Russia's selling the oil on cheap. They're not even trying to sell it at their normal prices. They want money. They're looking for who's going to buy it. The biggest markets, Europe and America, said they won't buy it. India is selling it and is selling it back to us. That's not correct. You don't do that to your ally, your friends. ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കാരണം ഇന്ത്യ ഓയിൽ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അമേരിക്കൻ ട്രേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയെ മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. മാത്രമല്ല ഇപ്പോൾ ഷോണിനറിയാം, അമേരിക്കയിലെ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയെന്ന് പറഞ്ഞാലും മറ്റു രാജ്യങ്ങളുടെ പ്രോഡക്ട്സ് ആണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഒരു സെൽഫ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ട് നമുക്ക് ഒരു കൺസ്യൂമർ എക്കോണമിയാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു കൺസ്യൂമർ എക്കോണമി ആണെന്ന് പറയുന്നത് പോലെ തന്നെ അമേരിക്ക ഒരു കൺസ്യൂമർ എക്കോണമിയാണ്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ അമേരിക്ക വാങ്ങിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ത്യ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് സ്പോൺസർഷിപ്പ് ആകുന്നതും അമേരിക്ക വാങ്ങുമ്പോൾ അതല്ല എന്ന് പറയുന്നതിലും ഒരു നൈതികതയുടെ പ്രശ്നമുണ്ട്. ജിനേഷ് തമ്പി, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു സമയമായി. ഇപ്പോൾ ശ്രീ രാജീവ് ബി പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ അൺപ്രഡിക്റ്റബിൾ ആയ ട്രംപ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു റിലേഷൻ എങ്ങോട്ട് പോകും, എന്താണ് ഇത് ഒരു ഡ്രിഫ്റ്റിന് കാരണം എന്നതിലൊക്കെ സംശയമുണ്ട്. എന്നാലും അങ്ങേക്ക് പറയാനാവുന്ന എന്താണ് ഒരു കൺക്ലൂഡിംഗ് റിമാർക്സ്? ട്രംപിന്റെ ഒരു വോളറ്റൈൽ അൺപ്രഡിക്റ്റബിൾ നേച്ചർ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒബാമ ഒരു ഡിന്നർ ഫംഗ്ഷന് ഈ ട്രംപ് ഒരു TV ഹോസ്റ്റ് ആയിട്ടും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒക്കെ ആയിട്ട് മീൻസ് യു എസ് ലൈക്ക് എ ബിഗ് ബിസിനസ് മാൻ. പുള്ളിക്ക് വലിയ പൊളിറ്റിക്കൽ ആംബിഷൻസ് ഒക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു സംശയമുണ്ട്. ഒരു ഡിന്നറിന്റെ ഇടയ്ക്ക് ഒബാമ ട്രംപിനെ കളിയാക്കുകയുണ്ടായി 2011. അതാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഈ ഒരു റീഇൻവിഗറേറ്റ് ചെയ്തത് ട്രംപിന്റെ പൊളിറ്റിക്കൽ ആംബിഷൻസ്. അതായത് ട്രംപിനെ വളരെ നിശ്ചിതമായിട്ട് അവിടെ കളിയാക്കുകയുണ്ടായി 2011 ഒരു ഡിന്നർ നിശയില്. ഈ ഒബാമയ്ക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടിയതിന് ശേഷം, അതായത് അമേരിക്കയിലെ ഒരേ ഒരു പ്രസിഡന്റിന് അത് കിട്ടിയിട്ടുള്ളൂ. ഇത് ട്രംപിന്റെ ഒരു ലൈഫ് ടൈം ആംബിഷൻ ആയിട്ടാണ് തോന്നുന്നത്, ഈ നോബൽ പീസ് പ്രൈസ് കിട്ടുക എന്നുള്ളത്. അതിപ്പോ UN ജനറൽ അസംബ്ലിയിൽ ട്രംപ് പറയുകയുണ്ടായി, ഐ സോൾഡ് 7 വാർസ്. അപ്പൊ അങ്ങനെ ട്രംപ് വളരെ മേനി നടിച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഞാനൊരു മീഡിയേഷൻ റോള് കളിച്ചു എന്ന് പറഞ്ഞപ്പോ പാകിസ്ഥാൻ ആ ഒരു ഡേറ്റ് ദേ ടുക്ക് ഇറ്റ്. അവര് പറഞ്ഞു ട്രംപ് ഡിഡ് മീഡിയേറ്റ്. ട്രംപിന്റെ റോളിനെ അവർ പ്രകീർത്തിച്ച് സംസാരിച്ചു. ഇന്ത്യ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, ഇറ്റ്സ് എൻ എക്കോണമിക് പവർ. പക്ഷെ എനിക്ക് സംശയമുണ്ട്, ഡിഡ് വി മിസ് എ ട്രിക്ക്? കാരണം നമ്മള് പുറമെ പറഞ്ഞുകൊണ്ടിരുന്നത്, ജയശങ്കർ ഒക്കെ വന്നിട്ട് പല ഫോറത്തിലും പറഞ്ഞു ഇന്ത്യ ഇസ് ഇൻഡിപെൻഡന്റ്, ഇന്ത്യ ഇസ് ഗോട്ട് ഓൾ ദ റൈറ്റ് ടു ടേക്ക് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡ്. അത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ട്രംപിന് അത് ചെറുതായിട്ടൊന്ന് ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന്. കാരണം അതിനുശേഷം ഹി ഡിഡ് നോട്ട് ഗെറ്റ് ദ നോബൽ പീസ് പ്രൈസ്. കുറച്ച് തീരുവകളും കുറച്ച് ഇന്ത്യക്കെതിരെയുള്ള നടപടികളും കുറച്ച് കടുപ്പിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് സാധാരണ ഒരു നയതന്ത്ര ലെവലിലെ രാജ്യങ്ങൾ തമ്മിൽ ഇതൊന്നും പ്രശ്നമേ അല്ല. പക്ഷെ നോയിങ് ട്രംപ്, ഹീസ് ഇമോഷണൽ, ഹീസ് വോളറ്റൈൽ, ഹീസ് വെരി അൺപ്രഡിക്റ്റബിൾ. നമുക്ക് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല.
ഇനിയിപ്പോ വരും കാലങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ക്രൈസിസ് ദിസ് ഇസ് ലൈക്ക് എ ട്രാൻസാക്ഷണൽ ക്രൈസിസ് ഉള്ളൂ. ഇതൊരു സ്ട്രാറ്റജിക് ക്രൈസിസ് ഒന്നും തോന്നുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട്. ഇന്ത്യ ഈസ് എ ഗ്രോയിങ് എക്കോണമി. ഇന്ത്യ ഈസ് ഷോയിങ് സൈൻസ് ഓഫ് പോസിറ്റീവ് ഗ്രോത്ത്. കഴിഞ്ഞ ക്വാർട്ടറിലും 6% ഗ്രോത്ത് ഉണ്ട്. ഈവൺ ഇൻ കോവിഡ് ടൈംസ് ഇന്ത്യ ഡിഡ് രജിസ്റ്റർ ഗ്രോത്ത്. അത് IMFന്റെ ചീഫ് പല ഊരി ആവർത്തിച്ചു പറഞ്ഞു. സോ ഇതൊരു പാസിംഗ് ഫേസ് ആയിട്ട് തോന്നുന്നുള്ളൂ. ഇന്ത്യ നീഡ്സ് US നീഡ്സ് ഇന്ത്യ. കാരണം ഒരിക്കലും അമേരിക്ക ഈ ഒരു ഘട്ടത്തിൽ ചൈനയുടെ കൂടെ അടുക്കാൻ പോകുന്നില്ല. പിന്നെ പാകിസ്ഥാൻ അവരുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉള്ളതുകൊണ്ട് അമേരിക്ക പൊതുവെ ഇങ്ങനെ, പ്രത്യേകിച്ച് അടുത്തിടെ ഒരു പുതിയ റിസർച്ച് അനുസരിച്ചിട്ട് പാകിസ്ഥാനിൽ ഓയിൽ റിസോഴ്സ് കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോ കറൻസി അത് പാകിസ്ഥാനിൽ അവർ വളരെ സമൃദ്ധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ട്രംപിന്റെ ഫാമിലി അവർക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു നോട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നുണ്ട്. പക്ഷെ അതേ ട്രംപ് തന്നെ ഇന്നലെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പാകിസ്ഥാന്റെ ആ ഒരു ഫൈറ്റില് ഇന്നലെ പാകിസ്ഥാനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടാണ് പറഞ്ഞത് ദാറ്റ് പാകിസ്ഥാൻ സ്റ്റാർട്ടഡ് ദ വാർ ആൻഡ് ഐ വിൽ സോൾവ് ദ വാർ, ഇറ്റ് ഈസ് ഈസി എന്നാ പറഞ്ഞത്. സോ ട്രംപ് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, he cannot avoid India, and India cannot be avoided at any cost by any nation. അത് മോദിയുടെ മാത്രം ഒരു മിടുക്കാന്നൊന്നും പറയുന്നില്ല. 2000 തുടക്കം തൊട്ട് മൻമോഹൻ സിംഗ് ഒബാമ സമയം തൊട്ടൊക്കെ the relation has warmed up, and I think it will continue. കാരണം there is no way both these countries can avoid each other. അതെ, ഇന്ത്യക്ക് അമേരിക്കയും അമേരിക്കയ്ക്ക് ഇന്ത്യയും വേണം. കാരണം ലോക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണ്. അത് അങ്ങനെ തന്നെ തിരികെ വരും. ആ ബന്ധം എല്ലാ രാജ്യങ്ങളും തമ്മിൽ ആ ഒരു സാമ്പത്തിക സഹകരണം റീഇൻസ്റ്റോൾ ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജിനേഷ് തമ്പി, ശ്രീ ഷോൺ എബ്രഹാം, ശ്രീ രാജീവ് ബി. എന്തായാലും ലോക സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് കോംപ്ലിമെന്ററി ആയി ജോലി ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടവരാണ്. അതിന് വിഘാതം തട്ടുന്ന ഓരോ പ്രവർത്തനങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന് വിഘാതമായി മാറും. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.